ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. റാമിന്റെ പെരുമാറ്റം മനുഷ്യത്വരഹിതമെന്ന് കോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് പെരുമാറേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. റാം 3 മാസമായി ഒളിവിലാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. വിവരങ്ങളുമായി ഫെമിന ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഫെമിന, അതിരൂക്ഷമായ ചില ചോദ്യങ്ങളാണ് റാമിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചത്. ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഡെന്റൽ വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള അധ്യാപകൻ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. വിദ്യാർത്ഥികളോട് ഒരു അധ്യാപകൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന തരത്തിലാണ് കോടതി ഈ റാമിന്റെ അഭിഭാഷകനോട് ചോദിച്ചത്. ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന് കോടതിയിൽ അധ്യാപകൻ അറിയിച്ചു എങ്കിൽ പോലും ഒരു വിദ്യാർത്ഥിയോട് അധ്യാപകൻ ക്ലാസ് മുറിയിൽ വെച്ച് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അതിൻ്റെ അനന്തരഫലങ്ങൾ ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. നമ്മുടെ ഒരാളുടെ പ്രവർത്തികളുടെ അനന്തരഫലം അധ്യാപകൻ മനസ്സിലാക്കണമെന്നും ഇത്തരത്തിൽ സുപ്രീം കോടതി വിമർശിച്ചു. റാം 3 മാസമായി ഒളിവിലാണ് എന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ നേരത്തെ ഹൈക്കോടതി ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കിയിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് റാം ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയും വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. മനുഷ്യത്വരഹിതം എന്ന് പറയുന്ന വാക്കു മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന് അധ്യാപകന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എങ്കിൽ പോലും കോടതി അത് വിലക്കെടുത്തില്ല. ലോൺ ആപ്പിനെ കുറിച്ചാണ് ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് 1 മണിക്കൂർ മുമ്പ് ഇത്തരത്തിൽ സംസാരമുണ്ടായത്. 1 മാസം മുൻപ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിയെ എല്ലാവർക്കും മുമ്പിൽ വെച്ച് അപമാനിച്ചു. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഫലം ഇപ്പോൾ അധ്യാപകൻ മനസ്സിലാക്കുന്നില്ലേ? കോടതിക്ക് മുൻപിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ചില വാക്കുകൾ അല്ലെങ്കിൽ ഒരു മറുപടി കൊണ്ട് മാത്രം കാര്യമില്ല എന്നും ഇത് ഗുരുതരമായിട്ടുള്ള ഒരു അധ്യാപകന്റെ പെരുമാറ്റത്തിലുണ്ടായത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണെന്നും അധ്യാപകന് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ശരി, ഒരുപക്ഷെ സുപ്രീം കോടതി രൂക്ഷമായി പറഞ്ഞിരിക്കുന്നത് മനുഷ്യത്വരഹിതം തന്നെയാണ്. ജാതി അധിക്ഷേപം നടത്തിയിൽ എന്താണ് മറുപടി പറയാനുള്ളതെന്ന് ചോദ്യം. റാമിന്റെ അഭിഭാഷകൻ എന്താണ് മറുപടി പറഞ്ഞത്? റാമിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല, മറിച്ച് ഒരു അധ്യാപകൻ ചോദിക്കേണ്ടത് പോലെ വിദ്യാർത്ഥിയോട് ലോൺ ആപ്പിനെ കുറിച്ച് ചോദിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ കോടതി പറഞ്ഞത് വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇത്തരത്തിൽ അപമാനിച്ചതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായത്. അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ് എന്നിപ്പോൾ അധ്യാപകന് മനസ്സിലായില്ലേ? പറഞ്ഞതിൽ നിന്ന് പാഠം പഠിച്ചു എന്ന് അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞു. എന്നാൽ എല്ലാത്തിൻ്റെയും തുടക്കം അതായിരുന്നു. ലോൺ ആപ്പിനെ കുറിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ അപമാനിക്കുന്ന തരത്തിൽ അധ്യാപകൻ സംസാരിച്ചു. ഒരു അധ്യാപകൻ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? മനുഷ്യത്വരഹിതമായിട്ടുള്ള വാക്ക് എന്ന് മാത്രമാണ്, മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യം എന്ന് മാത്രമാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത്തരത്തിൽ ഒരു ജാതി അധിക്ഷേപം നടത്തിയില്ല എന്ന അഭിഭാഷകന്റെ വാദം കോടതി മുഖവിലക്കെടുത്തില്ല, മറിച്ച് ഈ ലോൺ ആപ്പിനെ കുറിച്ച് ഈ വിദ്യാർത്ഥിയെ അപമാനിക്കുന്ന തരത്തിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് സംസാരിച്ചു. അത് ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു പെരുമാറ്റമല്ല എന്ന് വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ശരി, ഫെമിനയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. റാം മനുഷ്യത്വരഹിതമായാണ് പെരുമാറിയതെന്ന്, ഇതിൽ എന്താണ് പറയാനുള്ളതെന്നും സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ഫെമിന നൽകിയത്.